ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. അതെ, ഇന്ന് ചെറിയൊരു ചിരിക്കാനുള്ളൊരു സംഭവം ഉണ്ടായി കേട്ടോ. കമ്പനിയിൽ ഞങ്ങൾ ഡെയിലി ഒരു 10 പാൽ വെച്ച് ഇവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ പാല് രാവിലെയൊക്കെ കൊടുക്കും, ഉച്ചയ്ക്കുള്ളത് ഉച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഉച്ച ടൈമാണ്. അപ്പോൾ വാപ്പി വണ്ടിയിൽ കയറണമെന്നും പറഞ്ഞ് ഇവിടെ ഒരാൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. ടാറ്റയൊന്നും കൊടുത്ത് ഉമ്മം കൊടുത്തിട്ടൊന്നും വേണ്ട. അപ്പോൾ വാപ്പി ടാറ്റ കൊടുക്കും. കാരണം അവളെയും കൊണ്ട് അത്രയും ദൂരം കുറച്ച് പോകണം, ഒരു 5 മിനിറ്റത്തെ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ പാലും കൊണ്ട് പോയതാണ്. അപ്പോൾ ടാറ്റ കൊടുക്കാൻ ഞാനും പറയുന്നുണ്ട്, മോള് വാപ്പിക്ക് ടാറ്റ കൊടുത്തിടി. അപ്പോൾ ഭയങ്കര സങ്കടം, കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആളൊന്നും ചിരിക്കണ കൂടിയില്ല. അപ്പം വാപ്പി ഇതേ പോണൂന്നും പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇക്ക് അവിടം വരെ പോയിട്ടൊക്കെ ഇങ്ങനെ വണ്ടി തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നെ പറ്റിയോ, ഇനി മോളെയും കൂടെ കൊണ്ടുപോകാനോ. എത്രയും ദൂരം അങ്ങനെ അവളെ ഒറ്റ കയ്യിലിരുത്തി കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാണല്ലോ, ഇക്കാരന് സങ്കടമായിട്ട് തിരിച്ച് വരണയാണോ എന്ന് ഞാൻ കരുതിയത് കേട്ടോ. അപ്പം പുള്ളി ഭയങ്കര ചിരിയൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചിരി ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പം താഴോട്ട് നോക്കിപ്പോണ്ടല്ലോ, പുള്ളിക്ക് ചെരുപ്പ് മാറിപ്പോയി. സംഭവം മോളുടെ പണിയാട്ടോ, അവൾ കൊടുത്തൊരു നല്ല പണിയാണ്. അവൾ ചെരുപ്പ് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു അടുക്കി വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. ചെരുപ്പ് മാറിപ്പോയതാ സംഭവം. അപ്പോൾ അവിടെ റോഡിലോട്ട് പോയെങ്കിൽ ഇന്ന് നാണക്കേടായനെ. പുള്ളി ഭയങ്കര നൈസായിട്ട് വന്ന് ഞങ്ങളുടെ മുമ്പിലേ ഇതൊന്നും അറിയാത്ത മട്ടിൽ വന്ന് പതുക്കെ ചെരുപ്പ് മാറിയത്. ഞാനും മോളും കൂടെ കളിയാക്കി കൊന്നു. ചിരിച്ചേടോ, ശരിക്കും ചിരിക്കാൻ പറ്റിയൊരു ചമ്മല. ഇത് സമ്മതിച്ചു തരില്ല. ഞാൻ അത് മനഃപൂർവ്വം ഇട്ടുകൊണ്ട് പോയെന്നൊക്കെയാണ് പുള്ളി പറയണത്. എന്തായാലും നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ഞാനും മോളും കുറേ ചിരിച്ചു. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ചിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സംഭവമായിരുന്നു. സമ്മതിച്ച് തരില്ല കേട്ടോ. എന്നിട്ടും പിന്നെ പുള്ളി ഹെഡ് വെയിറ്റ് ഇട്ട് നിൽക്കുക. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇന്നത്തെ ഒരു ചെറിയൊരു കോമഡി. എൻ്റെ വീട്ടിൽ എനിക്കത് പകർത്താനും പറ്റി. അതാണ് അതിൽ നിന്ന് ഏറ്റവും നല്ല രസമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക് യു, ബൈ.